നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി കേരളത്തിൽ 3 സീറ്റ് നേടുകയും ബംഗാൾ, അസം, പോണ്ടിച്ചേരി നിയമസഭകൾ പിടിച്ചെടുക്കുകയും ചെയ്ത NDAയുടെ നേട്ടത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഇലഞ്ഞിയിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ഷൈബി തോമസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് മരങ്ങാട്ട്, BJP മണ്ഡലം സെക്രട്ടറി സജീവ് സിംഗ്, BDJS പ്രസിഡന്റ് KR മാധവൻ നിരവത്ത്, തങ്കപ്പൻ PJ, അജിമോൻ K, കരുണാദാസ്, CD അശോകൻ, പ്രശാന്ത് VS, സുധീഷ് കുമാർ S, സജി നെല്ലൂരുപാറ, ശശി ഇലഞ്ഞി, സുഭാഷ് കുമാർ, ചന്ദ്രനു S തുടങ്ങിയവർ സംസാരിച്ചു. സഖ്യം അത്യുജ്വലമായ വിജയം കൈവരിച്ചിരിക്കുക. ഭാരതത്തിലെ തന്ത്രപ്രധാന സംസ്ഥാനം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലഘട്ടത്തിൽ ഭാരതത്തിലെ വ്യാവസായിക കേന്ദ്രമായിരുന്ന ബംഗാൾ, അതോടൊപ്പം തന്നെ ഒരു കാലത്ത് ആസാമിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഭാരതത്തിലെ ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തിയിരുന്ന ഈ ആസാം തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സംസ്ഥാനമായ പശ്ചിമ ബംഗാൾ ഭാരതീയ ജനതാ പാർട്ടി 3-2 ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ അധികാരത്തിൽ വന്നു. അതോടൊപ്പം തന്നെ ഭാരതത്തിലെ എല്ലാ ജാതിമത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചുകൊണ്ട് DMKയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കെതിരായി മത്സരിച്ച തമിഴ്നാട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തി. കേരളത്തിലെ ഒരു അക്കൗണ്ട് പോലും നമ്മൾ തുറക്കില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ 3 സീറ്റുകൾ ഈ അതിഭയങ്കരമായ UDF തരംഗത്തിനിടയിലും ഭാരതീയ ജനതാ പാർട്ടി നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ മിന്നുന്ന വിജയം പശ്ചിമ ബംഗാൾ BJP പിടിച്ചെടുത്തു കഴിഞ്ഞു. ആസാമിൽ 3ാം തവണയും BJP വിജയിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ DMK തറ പറ്റിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തില് നമ്മളോട് സഹകരിച്ച നാനാജാതി മതസ്ഥരായ ആളുകൾ, അവർക്കൊക്കെ നന്ദി പറയാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ മറക്കുന്നില്ല, ഈ തെരഞ്ഞെടുപ്പില് ഒരു വിഭാഗം ആളുകളുടെയും ഒരു വിഭാഗം മാധ്യമങ്ങളുടെയും ഒരൊറ്റ അജണ്ട, ഇവിടെ പിണറായി വരുമോ, സതീശൻ വരുമോ, കോൺഗ്രസ് വരുമോ, CPM വരുമോ എന്നുള്ളതായിരുന്നില്ല. മറിച്ച് BJPക്ക് ഒരു സീറ്റും കിട്ടരുത് എന്ന് കണ്ണെണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു കേരളത്തിലെ ഒരു വിഭാഗം ആളുകള്, ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകര്. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.